അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നാല് പതിറ്റാണ്ടിലധികം കാലം കത്തുകളുമായി നാടിന്റെ ഇടവഴികളിലൂടെ നടന്ന ഒരു മനുഷ്യൻ. അതാണ് വാളൽ സ്വദേശി രാമചന്ദ്രൻ. സുരക്ഷിതമായ തയ്യൽ ജോലി ഉപേക്ഷിച്ച് കിലോമീറ്ററുകളോളം നടന്ന് കത്തുകളെത്തിക്കുന്ന ഈ മേഖല തെരഞ്ഞെടുത്തപ്പോൾ അത് കേവലം ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയോടുള്ള പ്രതിബദ്ധതയായിരുന്നു. 43 വർഷം നീണ്ട തന്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച വ്യക്തി കൂടിയാണ് രാമചന്ദ്രൻ. പോസ്റ്റ്മാനായിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും കേൾക്കാം ഇന്നത്തെ അഞ്ചലോട്ടത്തിലൂടെ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റൊലിയുടെ പോസ്റ്റ്മാൻമാരെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? രാമചന്ദ്രൻ, വീട്ടുപേര് വിജയഭവൻ, വാളൽ, മാടക്കുന്ന് വി. അപ്പോൾ ഞാൻ ഇവിടെയാണെങ്കിലും കോട്ടത്തറ പോസ്റ്റ് ഓഫീസിൻ്റെ വെണ്ണിയോടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ 1981 നവംബർ 23 അവിടെ സർവീസിൽ കയറിയത്. അന്ന് ഞാൻ പണിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 118 രൂപയാണ്, അതായത് ഒരു ദിവസം 6 രൂപ. അങ്ങനെ ഞാൻ വന്ന് 42 വർഷം പൂർത്തിയാക്കുമ്പോൾ റിട്ടയർഡായി. 2 വർഷം കഴിഞ്ഞു. പക്ഷെ 2 വർഷം കഴിഞ്ഞെങ്കിൽ പിന്നെ അവിടെ 1 വർഷം അവിടെ ആൾ വരാൻ താമസിച്ചുകൊണ്ട് എന്നെ തന്നെ അവിടെ ആക്കി. അപ്പം വളരെ എന്താ പറയുക, നമ്മൾ 42 വർഷം പണിയെടുത്തെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പെൻഷനോ കാര്യങ്ങളോ ഇപ്പോഴും ഇല്ല. 1 ഉറുപ്പിക പോലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അന്ന് പറഞ്ഞാൽ 118 രൂപ എന്ന് പറഞ്ഞാൽ അത് വില മതിക്കുന്നത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 ആൺമക്കളും അച്ഛനും അമ്മയും. അങ്ങനെ തയ്യൽ പണിയായിരുന്നു എനിക്ക് ആദ്യം. സ്കൂളിൽ വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തയ്യൽ പണിക്ക് പോയി അവിടുന്ന് പഠിച്ച് വന്ന് വെണ്ണൂർ ടൗണിൽ തന്നെ ഒരു കടയിൽ ഞാൻ സ്വന്തമായിട്ടിരുന്ന്. അന്നേരമാണ് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ്. ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് ഒരു ഒഴിവ് വന്നപ്പോൾ അവിടുത്തെ മാഷ് എൻ്റെ ഒരു റിലേഷനും കൂടിയായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, രാമേന്ദ്ര, ഇങ്ങനെ ഒരു ഒഴിവുണ്ട്, നീ ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത് 10 ആളെ വിളിച്ചു. ആ 10 ആളിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ ആ തൊഴിലുമായിട്ട് പോയി. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഈ പണിയെടുത്തു. തയ്യൽ പണി അവിടെ തൊട്ട് കടയാണല്ലോ, തുണിക്കടയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ അത് വരും, മെയിൽ വരുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ 2 തൊഴിലും കൂടി പോകുമ്പോൾ സാമാന്യമായിട്ട് ജനങ്ങൾക്കൊരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ, 2 വരുമാനം കൂടിയല്ലേ വരുന്നത്. അങ്ങനെ പിന്നെ അതിന് കംപ്ലയിൻറ്റ് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ തൊഴിൽ അവിടെ അവസാനിപ്പിച്ച് മിഷൻ വീട്ടിൽ കൊണ്ടിട്ടു. അപ്പം കൊണ്ടിട്ട് ഞാൻ അവിടെ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്ത് അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പോന്ന. പിന്നെ പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു വിഷമമായിരുന്നു, കാരണം നമ്മൾ നടക്കുന്നില്ലല്ലോ, നടക്കാത്തതുകൊണ്ടുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്നെ നടത്തൊക്കെ ശരിയായി, നല്ല സുഖമായിട്ട് നടക്കാനായി. പിന്നെയെന്ന് പറഞ്ഞാൽ ജോലി ഭാരം കൂടുതലാണ്. അന്ന് പറഞ്ഞാൽ ഇല്ലൻ്റ് കാർഡ് ഇതൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ് അന്നൊക്കെ ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴാണെങ്കിൽ പിന്നെ ഗ്രീറ്റിങ്സ്, ക്രിസ്മസ് ഇതൊക്കെ വരുമ്പോൾ കണ്ടുമാനം പണിയെടുത്ത് തീരാത്തത്ര, അതായത് ഒരു ദിവസം കൊണ്ട് തീരാത്തത്ര ഉണ്ടാവും. അങ്ങനെ ആ പണികളൊക്കെ വന്ന് അന്ന് പിന്നെ തരണം ചെയ്ത് പോയി. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ന്യൂ ഇയർ തീരാനാവുന്ന ഡിസംബറായി. ക്രിസ്മസിൻ്റെ ആ തിരക്ക് കഴിഞ്ഞ് പോയെങ്കിലും പിന്നെ സമയം പിന്നെ കൊടുക്കാൻ ബാലൻസ് വന്നുപോയി കത്തുകൾ. അത് കുറച്ച് ബാക്കി വന്നു. പിറ്റേ ദിവസം ജനുവരി 1, 2, 3 ഇൻസ്പെക്ഷൻ ആൾ വന്ന്. അപ്പം ഞാൻ ഈ കത്ത് ബാക്കിയുള്ള എൻ്റെ ബാഗിൽ തന്നെയുള്ളത്. ഇങ്ങനെ ബാഗിൽ അവിടെ വെച്ച് അന്ന് ഇൻസ്പെക്ഷൻ ആൾ വന്ന്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് വന്ന്. അയാളിരുന്ന് ഞാനുണ്ട്, വേറെ 2 സ്റ്റാഫും ഉണ്ട്. കസ്റ്റമേഴ്സ് പുറത്ത് നിൽക്കുന്നുണ്ട്. വേഗം ഇയാൾ വന്നിട്ട് ബാഗ് അങ്ങനെ എടുത്ത് ബാഗിൽ നിന്ന് എടുത്ത് പുറത്തിട്ട്. അപ്പോൾ എന്നോട് ഇയാൾ ചോദിച്ച്, ഇതൊക്കെ എന്തിനു വെച്ചാൽ രാമേന്ദ്ര ഈ കത്ത് കൊടുക്കാതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പരമാവധി നോക്കി. കാരണം അന്ന് കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒതുങ്ങണം, ബാഗിൽ ഒതുങ്ങണം, ഒരുപാട് ഉള്ളതല്ലേ എഴുത്തുകുത്തുകളൊക്കെ. അങ്ങനെ ഇത് ബാലൻസ് വന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ താങ്കളൊരു കാര്യം എൻ്റെ കൂടെ വന്നു, എൻ്റെ നാട്ടിൽ കടലുണ്ട്, അവിടെ കൊണ്ടിട്ടോന്ന് പറഞ്ഞ്. നമ്മൾ സ്റ്റാഫ് മാത്രമാണെങ്കിൽ പിന്നെ തിരക്കായിട്ടില്ല, പുറമെയുള്ളവർ കേൾക്കുമ്പോൾ നമുക്കൊരു ജാള്യതല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് സഹിച്ച്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് കത്ത് കൊടുക്കുന്നതിൽ ഞാൻ വളരെ മാറ്റം വരും. കാരണം കഴിയുന്നതും ഇരുടായാൽ പോലും, ഒരു 15 വയസ്സിൻ്റെ കാർഡാണെങ്കിൽ പോലും അതും കാര്യം തന്നെയില്ല. കാർഡാന്ന് പറഞ്ഞാൽ നമുക്കത് അവഗണിക്കാൻ പറ്റില്ല. അതുപോലും വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അവധി ദിവസങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശനിയാഴ്ച വരെ പണിയെടുത്ത്
ഓവർലോഡാണെങ്കിൽ ഞായറാഴ്ചയും പോയിട്ട് കൊടുക്കും. അവധി നോക്കാറില്ല, നടന്നു കൊടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവർക്കെതിരായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഞാനൊരു കത്ത് വന്നാൽ കൊണ്ടു കൊടുക്കും, അത് കൃത്യമായിട്ട് എത്തും എന്നുള്ളതാണ്. അത് ഈ 42 വർഷവും അല്ല 43 വർഷവും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നാട്ടുകാരൊക്കെ എന്നോട് നല്ല സഹകരണത്തിൽ ഈ തയ്യൽ പണിയുള്ളപ്പോഴും എന്നെ അറിയുന്ന ആൾക്കാരാണ്. പിന്നെ അറിയാൻ നമ്മൾ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. രാമേന്ദ്ര ഭക്ഷണത്തിന് കത്തും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം എടുക്കണ്ട, ഭക്ഷണം നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. അങ്ങനെ ഭയങ്കര ഒരു ബന്ധമാണ് ഈ പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെയധികം. ഇവിടെ മാടക്കുന്നാണല്ലോ വീട്. അപ്പോൾ വെണ്ണിയോടേക്ക് പോയപ്പോൾ അവിടുത്തെ പ്രദേശം, സ്ഥലങ്ങൾ, ആളുകളെയൊക്കെ ചേട്ടൻ അറിയുമായിരുന്നു? അറിയാമായിരുന്നു. ഈ തയ്യൽ പണി എന്നെ ഒരു നല്ലൊരു അടുപ്പം, ഈ ബുദ്ധിമുട്ട് ഉണ്ടായില്ല എനിക്ക് അവരെ പരിചയപ്പെടും. മറ്റിപ്പോൾ സാധാരണ ഒരു പോസ്റ്റ്മാൻ ആയി കഴിഞ്ഞാൽ ചോദിച്ചറിയും. ഇപ്പോൾ 2 പേര് പുതുതായിട്ട് വന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെയും കൂട്ടി പോകും, അവർക്ക് ഏരിയകളൊക്കെ കാണിച്ചു കൊടുത്ത്. അതുകൊണ്ട് ഗുണമാണ് ഈ മുൻ തയ്യൽ തൊഴിൽ എന്നെ ഒരു നല്ലൊരു ആൾക്കാരെ അടുപ്പിക്കാനുള്ളതായി. അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. വെണ്ണിയോട് പ്രദേശം ആദ്യമേ അറിയായിരുന്നു, അവിടെ ജോലി ചെയ്തത്? അതെ അതെ, വെണ്ണിയോടിനടുത്താണ് എൻ്റെ തറവാടുള്ളത്. അപ്പോൾ എപ്പോഴും ടൗണുമായിട്ട് ബന്ധമുണ്ട്, ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് ഈ തയ്യൽ ജോലി ഉപേക്ഷിച്ച് ഇതിലേക്ക് പൂർണ്ണ സമയത്തിന്? അതെ അതെ അതെ, അതെന്ന് പറഞ്ഞാൽ ഞാൻ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ഈ പണി കിട്ടിയപ്പോൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ 1-2 പരീക്ഷയ്ക്ക് വിളിച്ചപ്പോഴും അതിലെനിക്ക് ഫെയിലായിപ്പോയി. പിന്നെ ഞാൻ വെച്ച് ഇനി എഴുതാൻ കഴിയില്ല, വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ, അങ്ങനെ അത് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കത്തുകൾ, രജിസ്ട്രേഡുകൾ, പിന്നെ മണി ഓർഡറുകളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 42 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞല്ലോ. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വിഷമകരമായ അല്ലെങ്കിൽ സന്തോഷം തോന്നിയ ഒരനുഭവം? ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഈ കർഷക തൊഴിൽ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് അന്ന് 45 രൂപയാണ് ഒരു മാസത്തേക്ക്. അങ്ങനെ 3 മാസത്തെ ഒന്നിച്ചാൽ വരിക. അപ്പോൾ അന്നത് മണി ഓർഡർ ഫോർ അതിനൊരു ഫോറം തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വന്ന് നമ്മൾ അടുക്കി വെച്ചൊക്കെ പോസ്റ്റ് ബുക്കിൽ എഴുതി റെഡിയാക്കി ഫീൽഡിലേക്ക് പോയി ക്യാഷും വാങ്ങി, മാഷോട് ക്യാഷും വാങ്ങി നമ്മൾ പോവുക. ചില്ലറയാക്കിയൊക്കെ കൊടുക്കണം, ഇത് കറക്റ്റായിട്ട് കൊടുക്കണ്ടേ. അങ്ങനെ കൊടുത്ത് ഒരു ദിവസം എനിക്ക് എൻ്റെ മയിലാടി എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരു അബ്ദുക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പ്രായം ചെന്ന ആൾ, അസുഖമായിട്ട് കിടക്കുന്ന ആൾ. അപ്പോൾ ആ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് എന്നോടൊക്കെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഞാൻ അന്ന് ആ ഏരിയയിലേക്ക് പോകാതെ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് അവിടുന്ന് കുറച്ച് വെണ്ണൂർ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എന്നോട് എൻ്റെ ഒരു ലോയക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്രട്ട ഇങ്ങനെ ഒരു ആളവിടെ സുഖമില്ലാത്തൊരാളുണ്ട്, അപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റൂല, അയാളുടെ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നൊന്നും അറിയില്ല, അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൊടുത്താൽ തിരക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു. അന്നും ഇന്നും നടപ്പാണ് കേട്ടോ, വണ്ടിയില്ല. അങ്ങനെ അയാൾ വീട്ടിൽ പോയി ആ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഒപ്പിടിച്ച് തിരിച്ച് ഞാൻ മയിലാടി എത്തുമ്പോഴത്തേനും വേറൊരാളോട് വിളിച്ചിട്ട് പറയുന്നത്, പിന്നെ ചന്ദ്രേട്ട നിങ്ങളിപ്പോൾ ആ അദ്ദുക്കാരൻ്റെ വീട്ടിൽ പോയില്ലേ, അയാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര സംഭവം, അതെൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. കൊടുത്തതിന് ശേഷം അപ്പോൾ അത് വാങ്ങിയിട്ടില്ലായിരുന്നു, നമ്മളിപ്പോൾ കൊടുത്തില്ല, ആൾ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വിടാം. പക്ഷെ അത് നമ്മൾ അയാളെ കയ്യിൽ കൊടുത്ത് അയാൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അയാളുടെ ആ അന്ത്യാർമ്മത്തിന് അതിൽ സാധിച്ചല്ലോ. അതൊരു നല്ലൊരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുപോലെ പണ്ട് ഈ കത്തുകളൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഈ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ ആ സമയത്ത്. അങ്ങനെ കത്തുകൾ എന്തെങ്കിലും തുറന്ന് വായിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടായി? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ എഴുതാൻ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ മക്കളൊക്കെ ദൂരെയായിരിക്കും. അപ്പോൾ അവരൊരു കത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ കത്ത് കൊണ്ടു കൊടുത്താൽ പറയും, നിങ്ങൾ പോകരുത് ഇരിക്കേ, അല്ലെങ്കിൽ ചന്ദ്രേട്ടാന്ന് വിളിക്കേണ്ട കാര്യമില്ല. എനിക്ക് അന്ന് ഞാൻ ചെറുപ്പമാകുമ്പോൾ എന്നെ ചന്ദ്രല്ല, നിങ്ങൾ ഇതൊന്ന് വായിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വായിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതന്ന കത്തല്ല, നിങ്ങൾ വീട്ടിലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ വായിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ഇല്ലെൻ്റെ ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ വായിച്ചു കൊടുക്കും, കാർഡ് വായിച്ചു കൊടുക്കും. ചിലപ്പോൾ നമ്മൾ കത്ത് വായിച്ചിട്ട് പറയും, നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു ഇല്ലൻ്റോ കൊണ്ടുവരണം, നമുക്ക് അതിനൊരു മറുപടി അയക്കണ്ടേ എന്ന് പറഞ്ഞ് അതടക്കം ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ഗൾഫ് മേഖല അന്ന് ഞാൻ പണിയെടുക്കുന്നത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം വെച്ചാൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാരുണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരായ ഏരിയയിലാണ് ഞാൻ പണിയെടുത്തത്. അപ്പോൾ അവരൊക്കെ പണിയെടുക്ക് പോകും, കത്തുകൾ അയക്കും. അന്ന് ഫോണും കാര്യങ്ങളൊന്നുമില്ല. ഈ കത്തിന് വേണ്ടി എന്നെ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടം പോലെ, സ്ത്രീകളായിട്ടും അല്ലെ ജ്യേഷ്ഠന്മാരായിട്ടും ഉപ്പമാരൊക്കെ ആയിട്ട്. അങ്ങനെ കാത്തിരിക്കുന്നു. ആ കത്ത് കൊണ്ടുപോകാനും ഒരു സുഖം, കാരണം നല്ല ഗ്ലൈസിംഗ് ഉള്ള കവറ, നല്ല എഴുത്തൊക്കെ അല്ലേ, അതിങ്ങനെ കയ്യിൽ ഒരു അടുക്കി വെച്ച് കൊണ്ടുപോകാനൊക്കെ നല്ലൊരു സുഖമാണ്. അപ്പോൾ അവർ കൊണ്ടു കൊടുക്കും. അവർ തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് ഒന്നുകിൽ ഷർട്ടിൻ്റെ തുണി അല്ലെ പാൻറ്റിൻ്റെ തുണി ഇതൊക്കെ നമുക്ക് തരും. അത് സന്തോഷത്തിന് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെയുള്ള കാലത്താണ് നിങ്ങൾ ഈ ഒരു എഴുത്ത് മുഖേനല്ല എൻ്റെ ബന്ധം അറിയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ എന്താ പറയുക, നല്ലൊരു മേഖലയായിരുന്നു ഞാൻ തൊഴിലെടുത്തത്. കാരണം നമുക്ക് ഇപ്പം ഇന്നൊന്നും ഇല്ലെങ്കിലും അവരുമായിട്ടുള്ള ആശയവിനിയോഗവും ആ സ്നേഹസമ്പർക്കം ഇന്നും ഒരു മുതൽക്കൂട്ടം എനിക്ക്. മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു നടന്നു പോകുമ്പോൾ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി? മഴക്കാലത്ത് ബുദ്ധിമുട്ടാണ്. കാരണം ഈ തോടും വയലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളഞ്ഞ വഴിക്ക് പോകണം, കരയെ കൂടെ തന്നെ വളഞ്ഞുകൊണ്ട്. ഇപ്പം നേരിട്ട് നമ്മൾ വെണ്ണിയോട് പോകുന്നത് അത് ചിലപ്പോൾ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു പ്രാവശ്യം ഞാൻ വയലിൽ വീണ് പോയി, ഈ കത്ത് കൈകളിൽ വെച്ചിട്ട് വീണ് പോയിട്ട്. ഞാനൊരു ആദിവാസി കുറിച്ച സമുദായമുണ്ട്, അപ്പോൾ അവിടെ ഒരു ചാച്ചിയുണ്ട് പ്രായം ചെന്ന. അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു, ചാച്ചി ഞാനിങ്ങനെ താഴെ വീണ് പോയി, ഞാൻ ലക്ഷം വെള്ളം എടുത്തിട്ട് കൈ ഇതൊന്ന് കഴുകട്ടോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മുണ്ട ഉപയോഗിക്കില്ലെന്ന്. അങ്ങനെ എന്ത് ചെയ്ത്, അപ്പോൾ ചാച്ചി എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ചളിയാക്കിയത്
അല്ലല്ലേ, നിങ്ങളൊന്നും ചെയ്യേണ്ട, മോനത് അവിടെ അഴിച്ചിടുന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ആ മുണ്ട അവിടെ അഴിച്ചിട്ട് എനിക്ക് മടിയും അവിടെ അഴിച്ചിട്ടുള്ളത്. പകരം അവരൊരു മുണ്ട എനിക്ക് എടുത്തു തന്നു ആ വീട്ടിൽ നിന്ന്. അത് കൊടുത്തിട്ട് ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞ് ചളി പോയിട്ടില്ല, എന്നാലും ഞാനൊന്ന് കഴുകിയാൽ വെച്ചിട്ടുണ്ട്, എടുത്തു കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ഇതാണ്. രാമചന്ദ്രേട്ടന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനില്ല, അമ്മയില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ, എൻ്റെ ഭാര്യ, ഒരു മകൻ, ഒരു മകള്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ബാലുശ്ശേരിയാണ്. മകൾക്ക് ജോലിയായില്ല, ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. പിന്നെ മകൻ ഒരു കർഷകനാണ്. അവൻ BCom പാസ്സായി, DCA പാസ്സായി. പക്ഷെ അന്ന് ഈ BComന് പഠിക്കുമ്പോഴും അവൻ കൃഷിയിലേക്ക് താല്പര്യം. ഇന്ന് നല്ലൊരു കർഷകനാണ്. പിന്നെ ഈ വീടുകളോ സ്ഥലങ്ങളോ ഒക്കെ അഡ്രസ്സ് തെറ്റിയൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള ഓർമ്മകളോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, ഒരു 7 ദിവസമാണ് നമ്മൾ അറിയില്ല എന്നുള്ള കണക്കൂട്ടിൽ നമുക്ക് പാടില്ല. നമ്മൾ അന്വേഷിച്ചിട്ട് അത് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്തു പറഞ്ഞവർ അന്വേഷിപ്പിനും കണ്ടെത്തും, അതല്ലേ? അപ്പം നമ്മളെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഒരാൾ നമ്മൾ അറിയാത്തതുണ്ടാവും. അപ്പം നമ്മൾ ഒരാളോട് ചോദിച്ച് നമ്മൾ അറിഞ്ഞു കൊടുക്കും, അതതിൻ്റെത്. പിന്നെ തീരെ അറിയാത്തതാണ് നമ്മൾ അഡ്രസ്സ് സ്ഥലത്തില്ല, തിരിച്ചു വിടും. അങ്ങനെയാണ് കഴിയുന്നത്. നമ്മൾ ശ്രമിക്കും. നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയുന്ന കത്ത് കൊടുത്താൽ പോരാന്ന് ചോദിക്കും, അല്ലെ അതും പോരാ. പക്ഷെ ആ ഒരു മനസ്സിലല്ല. ഞാൻ 7 ദിവസത്തിനുള്ളിൽ തന്നെ ശ്രമിച്ച് കണ്ടെത്താൻ കഴിച്ച് കൊടുക്കാൻ പറ്റാൻ കൊടുക്കും, അല്ലെങ്കിൽ 8ാമത്തെ ദിവസം തിരിച്ചു വിട്ടേക്കും. അതുപോലെ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇന്റർവ്യൂ കാർഡുകൾ, അതുപോലെ അപ്പോയിന്റ്മെന്റ് ഓർഡറുകളൊക്കെ കൃത്യസമയത്ത് എത്തിക്കണമല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും വൈകിയൊക്കെ കൊടുത്ത ഓർമ്മകൾ? ഇല്ല, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഞാൻ കൃത്യമായിട്ട്, ഇനിയിപ്പോൾ എല്ലാ കത്തുകളും വന്നു കഴിഞ്ഞാൽ ഓൺ IGS കത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് ഒന്നുകിൽ ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ അഡ്വൈസ് മെമ്മോ ആയിരിക്കും. രജിസ്റ്റേർഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ അത് പോസ്റ്റിംഗ് ഓർഡർ ആകുമ്പോൾ രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഓൺ IGS കത്തുകൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഞാൻ ഏകദേശം മാറ്റി വെച്ചിട്ട് ഇതിന് മുഖ്യ പങ്ക് കൊടുക്കുക. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഓർഡറുകളൊക്കെ കൊടുത്ത് അവരുടെയൊക്കെ സന്തോഷം കണ്ടൊരു വളരെ ഉണ്ട്. ഇപ്പോഴും എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ കൈകൊണ്ട് ഒരു പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയിട്ട് വേണം എനിക്ക് ജോലിയിൽ കയറാൻ. അങ്ങനെ അനവധി ആൾക്കാരുണ്ട്, ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം, അവർ ആ സന്തോഷത്തിന് എന്തെങ്കിലും പാരിതോഷികം തരും. ഇന്ന് വരെ ഒരു 10 റുപ്യ പോലും ഞാൻ ആരോടും ചോദിച്ചില്ല. പെൻഷൻ നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നതല്ലേ, നിങ്ങൾക്ക് ഒരു 10 റുപ്യ തന്നൂടെ ആരോടും ചോദിക്കില്ല. അവരിങ്ങോട്ട് പറയും, ഇത് ഞങ്ങൾ കാൽക്കയിൽ കൊണ്ടുത്തരുന്ന പൈസയല്ലേ, നിങ്ങൾക്കൊരു സന്തോഷത്തിന്, അത് ഞങ്ങൾക്ക് മതിയല്ല, അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. ഇപ്പോഴും എത്ര ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് പഴയ പോസ്റ്റ്മാൻ കൊണ്ടുത്തരുന്ന, കാരണം പെൻഷനൊക്കെ ATMയിലൂടെയാണ് പോകുന്നത്. വീട്ടിലേതെങ്കിലും ഒരു മകനായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. അമ്മയ്ക്ക് പെൻഷൻ പൈസ വന്നോ ഇല്ലയോ നമ്മ അറിയില്ലോ. അപ്പോൾ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടമായാലും ആ 10 റുപ്യാണ് 10 റുപ്യ ഞങ്ങളെ കൈകളിലെത്തുന്നു. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ഞങ്ങളൊന്നും അറിയില്ല. മകൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അല്ലെ മകൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. 42-43 വർഷത്തോളം രാമചന്ദ്രേട്ടൻ ഈ ജോലി ചെയ്തു. ഈ ഒരു പോസ്റ്റൽ മേഖലയിൽ വേണ്ട രീതിയിൽ തൊഴിൽ ശേഷം വിശ്രമ ജീവിതത്തിൽ വേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴും തോന്നുന്നുണ്ടല്ലോ. നമുക്കൊന്നും ഇല്ലല്ലോ. നമ്മളന്ന് ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മൾ പിരിയുമ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതിലിപ്പോൾ ഒരു 10-40 റുപ്യ എപ്പോഴും കിട്ടിയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഇതിനൊരു മാറ്റം എന്തായാലും വരണം എന്നുള്ള ഉറപ്പാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിന് ശക്തമായ ഒരു 3 ലക്ഷത്തിൻ്റെ ചോടെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ തപാൽ മേഖലയിൽ. അവരൊക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഒന്നുമില്ലാതെ ജീവിക്കല്ലേ. നമുക്കൊരു 5 റുപ്യ മാസം കിട്ടിയാൽ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും അതിൻ്റേതായ കാര്യങ്ങളിൽ ആ പഴയ മാറ്റം വരേണ്ടത് അത്യാവശ്യം എന്നാണ് ഞാൻ പറയും. ഇപ്പം നമുക്കില്ല, നമുക്ക് ശേഷം വരുന്ന ആൾക്കാർ എത്രയോ ഇല്ലേ, അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഒരു മിനിമം പെൻഷനെങ്കിലും നമുക്ക് കിട്ടണം, പക്ഷെ അത് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പോസ്റ്റൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം റേഡിയോ മാറ്റിലിയുടെ പോസ്റ്റ്മാൻമാരെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ ചേട്ടനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും സന്തോഷം. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമില്ലാതിരുന്ന കാലത്ത് ദൂരെയുള്ള പ്രിയപ്പെട്ടവരുടെ ക്ഷേമ വിവരങ്ങൾക്കായി കാത്തിരുന്ന കണ്ണുകളിലേക്ക് സന്തോഷവും ആശ്വാസവും എത്തിച്ചിരുന്ന ആളായിരുന്നു വാളൽ സ്വദേശി രാമചന്ദ്രൻ. 43 വർഷത്തെ പോസ്റ്റൽ മേഖലയിലെ സേവനത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. മറ്റൊരു അഞ്ചലോട്ടക്കാരന്റെ വിശേഷവുമായി അടുത്തയാഴ്ച വീണ്ടുമെത്താം. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി.